കൊല്ലവിനെ ഭടരെ, ഒരാളെ പോലെയും വെറുതെ വിടരുത്. എല്ലാവരെയും കൊല്ലുവിൻ. ഈ ഭൂമി എനിക്ക് സ്വന്തം, വിജയം എന്റേത് മാത്രം. ഒരാളെ പോലും വിടരുത് ഭടന്മാരെ, അവരെ എല്ലാവരെയും കൊല്ലുവിൻ. മാറി നിൽക്കുവിൻ. ഞാൻ കീഴടക്കി ഈ ഭൂമി, കലിംഗയെ ഞാൻ കാണട്ടെ. വിജയം എന്റെ മാത്രം. ഞാൻ എന്താണ് ഈ ചെയ്തത്? ഇവരെ കൊന്നതുകൊണ്ട് എനിക്ക് എന്ത് ലഭിച്ചു? ആരെയാണ് ഞാൻ കീഴടക്കിയത്? ആരെയാണ് ഞാൻ കീഴടക്കിയത്? ഇവരൊക്കെ തന്നെ മരിച്ചില്ലേ? ഞാൻ ആരെയാണ് കീഴടക്കിയത്? ഇവരൊക്കെ തന്നെ മരിച്ചവരാണ്. എൻ്റെ പാത എത്ര ഹിംസാത്മകമാണ്. ഞാനിപ്പോൾ ഒരു കൊലപാതകിയാണ്. ഒരു കൊലപാതകി. ഞാനിപ്പോൾ ഒരു കൊലപാതകിയാണ്. വെറും ഒരു കൊലപാതകി. എൻ്റെ അത്യാഗ്രഹത്തിൻ്റെ ഫലമായി എത്രമാത്രം ജീവൻ ഞാൻ കൊന്നുകളഞ്ഞു. ഇത് തീർച്ചയായും വിജയമല്ല. ഇത് തീർച്ചയായും ഒരു വിജയമല്ല, പക്ഷേ ഒരു പരാജയമാണ്. വിജയത്തിൻ്റെയും നീതിയുടെയും പ്രകൃതം ഇങ്ങനെയല്ല. നമസ്കാരം കുട്ടികളെ, ലെജൻഡ്സ് ഓഫ് ഭാരതിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇപ്പം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങളുടെ ഒരു കാര്യം പറഞ്ഞില്ല, അതായത് സമയം അമൂല്യമാണ്. അപ്പോൾ സമയം അമൂല്യമായതുകൊണ്ട് തന്നെ ഇത്രയും സമയം കിട്ടിയില്ലേ നമുക്ക്. ആ സമയം നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുവാനും നല്ല നല്ല കഴിവുകൾ വളർത്തിയെടുക്കാനുമായിട്ട് സമയം ഉപയോഗിക്കണം. അപ്പോൾ നിങ്ങൾ അതേപോലെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇന്ന് നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഭാരതത്തിൽ ജീവിച്ചിരുന്ന ലോകം കണ്ടതിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ ചക്രവർത്തിയുമായ അശോകനെ കുറിച്ചാണ്. ചന്ദ്രഗുപ്ത മൗര്യനെ കുറിച്ചും മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ചും ഒക്കെ പഠിച്ചത് ഓർമ്മയുണ്ടോ കുട്ടികളെ? അതെ, ചന്ദ്രഗുപ്ത മൗര്യൻ്റെ പുത്രനാണ് ബിന്ദുസാരൻ. ഈ ചന്ദ്രഗുപ്ത മൗര്യന് വയസ്സായതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ അവകാശം ബിന്ദുസാരന് നൽകി. ഈ രാജാവായ ബിന്ദുസാരൻ്റെയും രാജ്ഞിയായ സുഭദ്രാംഗിയുടെയും പുത്രനാണ് അശോകൻ. അശോകൻ്റെ കുട്ടിക്കാലത്ത് തന്നെ അദ്ദേഹം ബുദ്ധിശാലിയും എല്ലാ കലകളിലും എല്ലാ ശാസ്ത്രങ്ങളിലും അഗ്രഗണ്യനായിരുന്നു. എങ്കിലും നിങ്ങളെപ്പോലെ നല്ല വികൃതിയും അശോകൻ്റെ കയ്യിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് തന്നെ ബുദ്ധിയുടെയും നിർഭയത്തിൻ്റെയും സാഹസത്തിൻ്റെയും കാര്യത്തിൽ എന്നും ബിന്ദുസാരൻ്റെ മറ്റു മക്കളെക്കാൾ അദ്ദേഹം മുമ്പിലായിരുന്നു. അശോകൻ ഒരിക്കൽ കളിക്കിടയിൽ ഒരു കാട്ടിലകപ്പെട്ടു. പുറം ലോകത്തേക്കുള്ള വഴി തേടി അദ്ദേഹം കാട് മുഴുവൻ അലഞ്ഞു തിരിഞ്ഞു. പക്ഷെ എന്നിട്ടും വഴി കണ്ടെത്താനായില്ല. അവസാനം ഒരു ഗുഹയിൽ അശോകൻ അകപ്പെട്ടു. അത് ഒരു സിംഹത്തിൻ്റെ ഗുഹയായിരുന്നു. സിംഹത്തിനെ കണ്ട അശോകൻ ഭയന്നില്ല, മറിച്ച് ഒരു സിംഹവുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിന് അശോകൻ തയ്യാറെടുത്തു. ഒരു വടി മാത്രമാണ് അശോകൻ്റെ കയ്യിലുണ്ടായിരുന്നത്. പക്ഷെ എന്നിട്ടും നിർഭയത്തോടുള്ള ആ ഏറ്റുമുട്ടലിനൊടുവിൽ അശോകൻ ആ സിംഹത്തെ വധിച്ചു. അനേകം വർഷങ്ങൾ കടന്നുപോയി. അശോകൻ്റെ മനസ്സിനും ബുദ്ധിക്കും രാഷ്ട്രതന്ത്രങ്ങളിലുമുള്ള ജ്ഞാനവുമെല്ലാം വളരെ ശ്രേഷ്ഠമായി തന്നെ വളർന്നു. ഇതിൽ രാജാവായ ബിന്ദുസാരന് വളരെയധികം അഭിമാനമുണ്ടായിരുന്നു. പക്ഷെ അശോകൻ്റെ സഹോദരന്മാർക്ക് ഇതിൽ അതീവമായ അസൂയയുണ്ടായിരുന്നു. അതിൽ മുഖ്യൻ മൂത്ത മകനായ സുഷിമയ്ക്കാണ്. കാരണം പരമ്പരാഗതമായ ആചാരമുറകൾ അനുസരിച്ച് തനിക്കാണ് സിംഹാസനം ലഭിക്കേണ്ടത്. പക്ഷെ യോഗ്യതയുടെ കാര്യത്തിൽ അശോകനെ വെല്ലാൻ മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇതാണ് സുഷിമയുടെ അസൂയയ്ക്ക് കാരണം.
ഇത് നടക്കാതിരിക്കാൻ സുഷിമ ഒരു പദ്ധതി ഇട്ടു. ഈ പദ്ധതി അനുസരിച്ച് സുഷിമ ബിന്ദുസാരനോട് പറഞ്ഞു, അച്ഛാ, അശോകൻ അഹങ്കാരിയാണ്, അവനെ അവന്റെ സ്ഥാനത്ത് നിർത്തണം, പ്രക്ഷോഭം ശമിപ്പിക്കാൻ അവനെ തക്ഷശിലയിലേക്ക് അയക്കുക. ഇത് കേട്ട ബിന്ദുസാരൻ സങ്കടത്തിലായി. കാരണം ഇത്രയും അപകടമുള്ള സ്ഥലത്തേക്ക് തൻ്റെ പ്രിയപുത്രനായ അശോകനെ അയക്കുക ബിന്ദുസാരന് ബുദ്ധിമുട്ടായിരുന്നു. എന്നിരുന്നാലും ബിന്ദുസാരൻ അശോകനെ രാജ്യസഭയിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, മകനെ അശോക, എനിക്ക് ഈ വലിയ സാമ്രാജ്യം ഭരിക്കുന്നതിൽ നിന്റെ സഹായം ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നിനക്ക് തക്ഷശിലയുടെയും അവന്തിയുടെയും അധികാരം ഏൽപ്പിക്കുന്നു. അശോകന് നല്ല സന്തോഷമായി. അശോകൻ പറഞ്ഞു, അങ്ങനെ എനിക്ക് വെല്ലുവിളി നിറഞ്ഞതും എൻ്റെ കഴിവുകൾ പരീക്ഷിക്കുന്നതുമായ ഒരു ചുമതല ലഭിച്ചു. നന്ദി അച്ഛാ. ഒരു വലിയ സൈന്യം കൊണ്ട് അശോകൻ തക്ഷശിലയിലേക്ക് പോയി. പക്ഷെ അശോകന്റെ ആ രാജകീയമായ ഗാംഭീര്യത്തിന്റെ പ്രഭ കണ്ട തക്ഷശിലയിലെ ജനങ്ങൾ, ഇത് ഞങ്ങളുടെ രാജാവാണ്, ഇത് ഞങ്ങളുടെ സ്വന്തം രാജാവാണ് എന്നൊരു തോന്നൽ അവർക്കുണ്ടായി. അവിടുത്തെ പ്രക്ഷോഭങ്ങൾ അങ്ങനെ സമാധാനപരമായി തന്നെ ശമിച്ചു. തക്ഷശിലയിലെ ജനങ്ങൾ പറഞ്ഞു, ബിന്ദുസാര രാജാവിനോടോ രാജകുടുംബത്തോടോ ഞങ്ങൾക്ക് വിരോധമില്ല. നമ്മുടെ കലാപത്തിന് ഉത്തരവാദികൾ ദുഷ്ടരായ മന്ത്രിമാരാണ്. ഞങ്ങൾ കലാപകാരികളല്ല, ഞങ്ങളോട് ക്ഷമിക്കൂ. ഇത് കേട്ട അശോകൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ സാഹചര്യം മനസ്സിലാക്കുന്നു. കലാപത്തിന് ഉത്തരവാദികളായ ആ മന്ത്രിമാരെ മാത്രമേ ഞാൻ ശിക്ഷിക്കുകയുള്ളൂ. അശോകന്റെ തക്ഷശിലയിലെ ഈ വിജയം സുഷിമയുടെ ക്രോധം വർദ്ധിപ്പിക്കാനിടയായി. സുഷിമ ബിന്ദുസാരനോട് അശോകനെ കാട്ടിലേക്ക് അയക്കുവാൻ പറഞ്ഞു. സുഷിമയുടെ അശോകനോടുള്ള അസൂയയും ക്രോധവും കണ്ട ബിന്ദുസാരൻ തൻ്റെ പ്രിയപുത്രന്റെ സുരക്ഷയ്ക്കായി തൻ്റെ അധീനതയിലില്ലാത്ത കലിംഗയിലേക്ക് അശോകനെ അയച്ചു. കുറച്ച് വർഷങ്ങൾ കടന്നുപോയി. ബിന്ദുസാരൻ വാർദ്ധക്യം പ്രാപിച്ചു. അശോകന്റെ അഭാവത്തിൽ അവന്തിയുടെ തലസ്ഥാനമായ ഉജ്ജയിനിയിൽ കലാപങ്ങളുണ്ടായി. അവസ്ഥ അനിയന്ത്രിതമായപ്പോൾ ബിന്ദുസാരൻ അശോകനെ കലിംഗയിൽ നിന്ന് തിരിച്ചു വിളിച്ചു. യുദ്ധം ചെയ്യാനുള്ള ആവേശത്തിൽ അശോകൻ വേഗം തന്നെ ഉജ്ജയിനിയിലേക്ക് തിരിച്ചുപോയി. ഉജ്ജയിനി കലകളുടെയും പാണ്ഡിത്യത്തിൻ്റെയും സമ്പദ് സമൃദ്ധിയുടെയും നാടായിരുന്നു. ഈ ശാന്തമായ അന്തരീക്ഷം ഒരു യുദ്ധക്കളമായി മാറിക്കഴിഞ്ഞിരുന്നു. അശോകൻ ഈ യുദ്ധത്തിൽ വളരെ ശക്തമായി തന്നെ പോരാടി. പക്ഷേ പിന്നിൽ നിന്നുള്ള കുത്തേറ്റ് അശോകന് ഗുരുതരമായ പരിക്കുകളുണ്ടായി. അപ്പോൾ തന്നെ മറ്റു സൈനികർ അശോകനെ യുദ്ധക്കളത്തിൽ നിന്ന് മാറ്റി ദൂരെ ഒരു സ്ഥലത്ത് ബുദ്ധ ഭിക്ഷുക്കളുടെയും ഭിക്ഷുണികളുടെയും അടുത്ത് ഏൽപ്പിച്ചു. അവർ അശോകനെ ചികിത്സിച്ച് ഭേദപ്പെടുത്തി. ഇവിടെ വെച്ചാണ് അശോകൻ വിദിഷ എന്ന സ്ത്രീയെ വിവാഹം കഴിച്ചത്. അവർക്ക് 2 കുഞ്ഞുങ്ങളും ഉണ്ടായി, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. ആൺകുട്ടിക്ക് അശോകൻ മഹീന്ദ്ര എന്ന് പേരിട്ടു. മഹീന്ദ്ര എന്ന് വെച്ചാൽ ലോകം കീഴടക്കിയ ആൾ എന്നാണ് അർത്ഥം. വിദിഷ പറഞ്ഞു, എങ്ങനെയാണോ സിദ്ധാർത്ഥ രാജകുമാരൻ ലോകത്തിലുള്ള എല്ലാവരുടെയും ഹൃദയം കീഴടക്കിയത്, അതുപോലെ ഇവനും മാനവരാശിയുടെ ഹൃദയം കീഴടക്കാൻ ഇടയാവട്ടെ. പെൺകുട്ടിക്ക് അവർ സംഘമിത്ര എന്നും പേരിട്ടു. ഈ സന്തോഷകരമായ അന്തരീക്ഷം ഒരു സന്ദേശത്തോടെ സങ്കടാത്മകമായി. ആ സന്ദേശം ഇതാണ്: അശോക രാജകുമാര, ബിന്ദുസാര രാജാവിന് തീരെ സുഖമില്ല. എത്രയും വേഗം പാട്ടലിപുത്രയിലേക്ക് വന്നാലും. അശോകൻ തിരികെ പോകുന്നതിന് മുമ്പ് വിദിഷ പറഞ്ഞു, അങ്ങ് ഒരു തരത്തിലുള്ള ഹിംസയും പ്രവർത്തിക്കുകയില്ല എന്ന് എനിക്ക് ഉറപ്പു തരൂ. ഒരു തർക്കത്തിന് ഏർപ്പെടാനുള്ള സമയമില്ലാത്തത് കൊണ്ട് തന്നെ മനസ്സില്ലാ മനസ്സോടുകൂടി വിദിഷയ്ക്ക് ആ വാക്ക് കൊടുത്തിട്ട് പാട്ടലിപുത്രയിലേക്ക് അശോകൻ മടങ്ങി. പാട്ടലിയിൽ ചെന്നപ്പോൾ അശോകൻ അറിയാൻ കഴിഞ്ഞത് ബിന്ദുസാര രാജാവ് മരിച്ചു എന്നാണ്. പക്ഷെ ഈ മരിച്ച സമയത്ത് പോലും ബിന്ദുസാരന്റെ മറ്റു പുത്രന്മാർ സിംഹാസനത്തിന് വേണ്ടി മല്ലടിക്കുകയായിരുന്നു. അശോകൻ അവരെ എല്ലാം തന്നെ യുദ്ധത്തിൽ വധിച്ച ശേഷം രാജ്യത്തിന്റെ സിംഹാസനം ഏറ്റെടുത്തു. അശോകൻ ഒട്ടും തന്നെ താമസിപ്പിച്ചില്ല. ചുറ്റിനുമുള്ള രാജ്യങ്ങളൊക്കെ തന്നെ കീഴടക്കാൻ അദ്ദേഹം ആരംഭിച്ചു. ഈ സമയത്ത് അശോകൻ വധിച്ച ഒരു സഹോദരന്റെ ഭാര്യ സുമനാദേവിയുടെ പ്രസവ തീയതി അടുത്തെത്തിക്കൊണ്ടിരുന്ന സമയമായിരുന്നു. സുമനാദേവിയുടെ തോഴി ഒരു ബുദ്ധിയുള്ള വൃദ്ധയായിരുന്നു. അവർ പറഞ്ഞു, ഈ കുഞ്ഞിവിടെ സുരക്ഷിതനല്ല. ജനിക്കാൻ പോകുന്ന ഈ കുഞ്ഞിനെ അശോകൻ എന്നും ഒരു ഭീഷണിയായിട്ടേ കാണുകയുള്ളൂ. അതുകൊണ്ട് തന്നെ രക്ഷപ്പെട്ടുകൊള്ളുക. സുമനാദേവി ഒരു രഹസ്യ പാതയിലൂടെ കാട്ടിലേക്ക് രക്ഷപ്പെട്ടു.
അവിടെ ഒരു നിഗ്രോധ മരത്തിന് താഴെ പ്രസവിച്ചു. അതുകൊണ്ട് തന്നെ മകന് നിഗ്രോധകുമാർ എന്നാണ് പേരിട്ടത്. സുമനാദേവിയും ആ കുട്ടിയും ഒരു കുഞ്ഞു ഗ്രാമത്തിൽ അവിടുത്തെ ബുദ്ധ സന്യാസികളുടെയും സന്യാസിനിമാരുടെ ഇടയിൽ പിന്നത്തെ കാലം ജീവിച്ചു. ബുദ്ധൻ്റെ തത്വങ്ങളും ആ ശ്രേഷ്ഠതയെയും കണ്ടാകർഷിച്ച ആ ബാലൻ അമ്മയുടെ അനുവാദത്തോടു കൂടി ഒരു സന്യാസിയായി. പാട്ടലിപുത്രയിൽ അവസ്ഥ വേറെയായിരുന്നു. അശോകൻ തൻ്റെ രാജ്യം യുദ്ധം ചെയ്തുമൊക്കെ വികസിപ്പിച്ചു കൊണ്ടേയിരുന്നു. താൻ വളരെ ശക്തനായ ഒരു ചക്രവർത്തിയാണെന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരുന്നു. എന്നിരുന്നാലും എല്ലാ ആളുകളും സന്തുഷ്ടരായിരുന്നില്ല. അശോക രാജാവ് ഒരു ക്രൂരനായ മനുഷ്യനാണ് എന്ന് അവർ വീടുകളുടെ സുരക്ഷിതയിൽ പറയുമായിരുന്നു. അവർക്കിടയിൽ അശോകനെ അവർ ചണ്ഡ അശോക എന്നാണ് വിളിച്ചിരുന്നത്. ചെറിയ കുറ്റകൃത്യങ്ങൾക്ക് പോലും വധശിക്ഷ നൽകിക്കൊണ്ട് അദ്ദേഹം അടിച്ചമർത്തൽ നിയമം ഏർപ്പെടുത്തി. അശോകൻ്റെ ഹൃദയം ആരോടും കരുണ കാണിച്ചിരുന്നില്ല. അശോകന് ഇതുവരെയും കീഴടക്കാൻ സാധിക്കാത്തത് കലിംഗ മാത്രമാണ്. കലിംഗയാണ് അശോകൻ്റെ ഇനിയുള്ള മുഖ്യമായ ലക്ഷ്യം. തൻ്റെ മേധാവിത്വത്തിന് മുന്നിൽ കീഴടങ്ങാൻ അശോകൻ കലിംഗയിലെ ജനങ്ങളോട് ആജ്ഞാപിച്ചു. പക്ഷേ സ്വാഭിമാനിയായിരുന്ന അവർ ഞങ്ങൾ ആരുടെ മുമ്പിലും കീഴടങ്ങുകയില്ല എന്ന് മറുപടി അയച്ചു. അപ്പം തന്നെ അശോകൻ ഗർജിച്ചു, ഇത്രയും ധിക്കാരമോ? ആരവിടെ? സൈന്യത്തെ ഏർപ്പാടാക്കുവിൻ. ഞാൻ തന്നെ ഈ പ്രാവശ്യം യുദ്ധത്തിന് വരുന്നതായിരിക്കും. അതിശക്തമായ ഒരു യുദ്ധം നടന്നു. അശോകന്റെ ശക്തിയുടെ മുമ്പിൽ അവസാനം കലിംഗയ്ക്ക് മുട്ടുമടക്കേണ്ടി വന്നു. അശോകൻ താൻ കീഴടക്കിയ ഈ ഭൂമി പര്യടനം ചെയ്യാൻ തുടങ്ങി. ഭയാനകമായ കാഴ്ചകൾ അശോകനെ കാത്തിരുന്നു. കൊല്ലപ്പെട്ട 100,000 പേരുടെ മൃതദേഹങ്ങൾ, ചോരയിൽ കുളിച്ച ഗംഗാനദി. കഷ്ടിച്ച് ജീവിച്ചിരുന്ന സൈനികർ അസഹനീയമായ വേദനയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടേയിരുന്നു. മരിച്ചവരെ വിരുന്ന് കഴിക്കാൻ കഴുകന്മാർ ആകാശത്ത് ചുറ്റിപ്പറന്നു. വിധവകളുടെയും അനാഥരുടെയും സങ്കടകരമായ നിലവിളി വായുവിൽ നിറഞ്ഞു. ചുറ്റും ദുരിതവും ആഘാതവുമായിരുന്നു. ഈ കൂട്ടക്കൊലയുടെ ഭീകരത അശോകന് മനസ്സിലായി. ഞാനാണ് ഇതിനൊക്കെ കാരണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭ്രാന്തനെ പോലെ അശോകൻ കരഞ്ഞു. അശോകന്റെ ഹൃദയം ദുഃഖവും ലജ്ജയും കുറ്റബോധവും കൊണ്ട് തകർന്നു. കനത്ത ഹൃദയത്തോടെ അശോകൻ സൈനികരെയും കൂട്ടി പാട്ടലിപുത്രയിലേക്ക് തിരിച്ചുപോയി. ഞാൻ എന്താണ് ഈ ചെയ്തത്? ഇവരെയൊക്കെ കൊന്നതുകൊണ്ട് എനിക്ക് എന്ത് ലഭിച്ചു? ആരെയാണ് ഞാൻ കീഴടക്കിയത്? എന്തിനെയാണ് ഞാൻ കീഴടക്കിയത്? ഇവരൊക്കെ തന്നെ മരിച്ചവരല്ലേ? എൻ്റെ പാത എത്ര ഹിംസാത്മകമാണ്. ഞാനിപ്പോൾ വെറും ഒരു കൊലപാതകി മാത്രമാണ്. ഒരു കൊലപാതകി. എൻ്റെ അത്യാഗ്രഹത്തിൻ്റെ ഫലമായി എത്രമാത്രം ജീവൻ ഞാൻ കൊന്നുകളഞ്ഞു. തീർച്ചയായും ഇത് വിജയമല്ല, പക്ഷേ പരാജയമാണ്. വിജയത്തിൻ്റെയും നീതിയുടെയും പ്രകൃതം ഇങ്ങനെയല്ല. അശോകൻ വരുത്തിവെച്ച രക്തച്ചൊരിച്ചിലിൻ്റെ ഭീകരമായ ചിത്രങ്ങൾ അവൻ്റെ മനസ്സിൽ പതിഞ്ഞിരുന്നു. 2 ദിവസങ്ങൾക്ക് ശേഷം അശോകൻ വിദിശയിൽ നിന്ന് ഒരു കത്ത് ഒരു ദൂതൻ കൊണ്ടുവന്നു. ആര്യപുത്ര, നിങ്ങൾ എന്നോട് നൽകിയ വാഗ്ദാനം ലംഘിച്ചിരിക്കുന്നു. ഒരു ബുദ്ധമതക്കാരിയും ധാർമ്മിക മനുഷ്യനുമെന്ന നിലയിൽ നിങ്ങൾ ചെയ്ത ഗുരുതരമായ കുറ്റകൃത്യത്തിന് ശേഷം എനിക്ക് നിങ്ങളോടൊപ്പം നിൽക്കാനാവില്ല. ഞാൻ കുട്ടികളെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കുന്നു. ദയവായി അവരെ ശരിയായി പരിപാലിക്കുക. കത്ത് വായിച്ചു കഴിഞ്ഞ അശോകൻ ദൂതനോട് ചോദിച്ചു, എവിടെയാണ് വിദിശ? ദൂതൻ മറുപടി പറഞ്ഞു, ബുദ്ധ സന്യാസിയായി. അശോകൻ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് ഒരു ബുദ്ധ സന്യാസി അതുവഴി പോകുന്നത് കണ്ടത്. ആ സന്യാസിയുടെ ശാന്തതയിൽ ആകർഷിക്കപ്പെട്ട അശോകൻ ആ സന്യാസിയെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. എന്നിട്ട് ചോദിച്ചു, അങ്ങ് ആരാണ്? സന്യാസി പറഞ്ഞു, ഞാൻ നിഗ്രോധകുമാരനാണ്. അശോകൻ പറഞ്ഞു, നിഗ്രോധ് കുമാർ, എൻ്റെ സഹോദരൻ്റെ പുത്രൻ. പക്ഷേ അങ്ങയ്ക്ക് എന്നോട് ദേഷ്യം കാണുമല്ലോ. ഇതിന് സന്യാസി മറുപടിയായി പറഞ്ഞു, ഞാൻ എന്തിനാണ് അങ്ങയോട് ദേഷ്യം വെച്ച് പുലർത്തുന്നത്? ദേഷ്യം നാശത്തിന് തന്നെ കാരണമാകുന്നു. അത് സ്നേഹം കൊണ്ട് കീഴടക്കണം. അത്ഭുതത്തോടെ അശോകൻ ചോദിച്ചു, ഈ ചെറുപ്രായത്തിൽ തന്നെ എങ്ങനെയാണ് അങ്ങേക്ക് ഇത്രയും ദയയും
സ്നേഹവും വെച്ചു പുലർത്താനും സാധിക്കുന്നത്? സന്യാസി പറഞ്ഞു, ബുദ്ധൻ്റെ വചനങ്ങളിലൂടെ. അത് അശാന്തമായ മനസ്സിനെ ശാന്തമാക്കുന്നു. അശോകൻ പറഞ്ഞു, എൻ്റെ മനസ്സ് ശാന്തമല്ല. ഞാൻ ബുദ്ധനിൽ ശരണം പ്രാപിക്കുന്നു. അങ്ങെന്നെ ശിഷ്യനായി അംഗീകരിക്കുവോ? സന്യാസി പറഞ്ഞു, തീർച്ചയായും. എൻ്റെ കൂടെ ഈ മന്ത്രങ്ങൾ ഉരുവിടൂ. ബുദ്ധം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി, ബുദ്ധം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി. ചരിത്രത്തിലുടനീളം കുറച്ച് രാജാക്കന്മാർ തോൽവി നേരിടുമ്പോൾ ഇനി ഒരിക്കലും ഞാൻ യുദ്ധം ചെയ്യില്ലെന്ന് ശപഥം ചെയ്തിരുന്നുവെങ്കിലും അശോകനെ പോലെ ഒരു ചക്രവർത്തിയെ ലോകം ഇതുവരെ കണ്ടിട്ടില്ല. വിജയത്തിൻ്റെ മണിക്കൂറിൽ സഹതാപവും അനുകമ്പയും പ്രകടിപ്പിക്കുകയും നന്മയ്ക്കായി ആയുധങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്തു. അശോകനെ അധികാരത്തിലും സമ്പത്തിലും വെല്ലാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പ്രവർത്തിക്കാൻ അദ്ദേഹം നിർബന്ധിതമല്ലായിരുന്നു. അശോകൻ ആദ്യം ചെയ്തത് തടവുകാരെ മോചിപ്പിക്കുക എന്നായിരുന്നു. താൻ പിടിച്ചെടുത്ത രാജ്യങ്ങളുടെ രാജാക്കന്മാരും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അവരോടായി അശോകൻ പറഞ്ഞു, നിങ്ങളുടെ രാജ്യങ്ങളിൽ പോയി നിങ്ങൾക്ക് ഭരിക്കാൻ അധികാരമുണ്ട്. സമാധാനം നിലനിർത്താൻ എല്ലാവരും പ്രതിജ്ഞ ചെയ്യുക. ഇനി ഒരിക്കലും യുദ്ധം ചെയ്യരുത്. ജയം ബലം പ്രയോഗത്തിലൂടെയല്ല, മറിച്ച് ധർമ്മത്തിലൂടെയാണ് നേടേണ്ടത്. അതാണ് മഹത്കരം. നിങ്ങൾ സമാധാനവും സ്നേഹവും പ്രചരിപ്പിക്കണമെന്നാണ് എൻ്റെ ഏക അഭ്യർത്ഥന. ശക്തനായ രാജാവിൽ നിന്ന് വരുന്ന ഈ എളിയവും ഹൃദയംഗവുമായ വാക്കുകൾ കേട്ട് തടവുകാർ അവരുടെ വിദ്വേഷകരമായ പ്രതികാരം ഉപേക്ഷിക്കുകയും ബുദ്ധമതത്തിൻ്റെ പാതയിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ സമ്മതിക്കുകയും ചെയ്തു. സ്വന്തം സാമ്രാജ്യം ഭരിച്ച നിയമങ്ങൾ മാറ്റം വരുത്തുന്നതിലേക്കായിരുന്നു അശോകൻ്റെ പിന്നത്തെ ശ്രദ്ധ. ദാസരാജാധർമ്മത്തിൽ അടങ്ങിയിരിക്കുന്ന രാജത്വത്തെയും സർക്കാരിനെയും കുറിച്ചുള്ള ബുദ്ധൻ്റെ ഉപദേശം അദ്ദേഹം പിന്തുടർന്നു. സ്വാർത്ഥത ഒഴിവാക്കുക, ഉയർന്ന ധാർമ്മിക സ്വഭാവം നിലനിർത്തുക, പ്രജകളുടെ ക്ഷേമത്തിനായി സ്വന്തം സന്തോഷം ത്യജിക്കാൻ തയ്യാറാകുക. അങ്ങനെയുള്ള പല ധാർമ്മികമായ മൂല്യങ്ങൾ ബുദ്ധൻ്റെ ഉപദേശങ്ങളനുസരിച്ച് അശോകൻ ജീവിച്ചു തുടങ്ങി. അശോകൻ തൻ്റെ രാജ്യത്തിലെ ഏറ്റവും ബുദ്ധിമാനും ഉത്തരവാദിത്വവുമുള്ളവരെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ ധർമ്മമഹാത്മാക്കളായി നിയമിക്കുന്നു. നിങ്ങൾ എല്ലാവരും എൻ്റെ ദേശത്തുടനീളം ധർമ്മനിയമങ്ങൾ പ്രചരിപ്പിക്കുക. ധർമ്മമഹാത്മാക്കൾ ദേശം മുഴുവൻ സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ധർമ്മം പ്രചരിപ്പിച്ചു. ഈ ദേശം മാത്രമല്ല, അശോകൻ്റെ നിർദ്ദേശപ്രകാരം ധർമ്മമഹാത്മാക്കൾ ലോകം മുഴുവൻ ബുദ്ധധർമ്മം പ്രചരിപ്പിച്ചു. അഹിംസയും ധർമ്മവും പ്രചരിപ്പിക്കുന്നതിൽ ഒരു കല്ലും അവശേഷിപ്പിച്ചിട്ടില്ലെന്ന് ഉറപ്പുവരുത്താൻ അശോകൻ ആഗ്രഹിച്ചു. എൻ്റെ മുഴുവൻ സാമ്രാജ്യത്തിലും പര്യടനം നടത്തുകയും ബുദ്ധമതത്തിൽ വെളിച്ചം എൻ്റെ എല്ലാ ജനങ്ങളിലേക്കും വ്യാപിപ്പിക്കുകയും ചെയ്യും എന്ന നിശ്ചയത്തോടെ അദ്ദേഹം യാത്ര ആരംഭിച്ചു. ഗൗതമ ബുദ്ധൻ അന്തിമശ്വാസം വലിച്ച പുണ്യസ്ഥലമായ സാംബോധി സന്ദർശിച്ചാണ് ഈ യാത്ര അദ്ദേഹം ആരംഭിച്ചത്. അവിടെ നിന്ന് വൈശാലി, രാമഗ്രാമം, ലുംബിനി, കപിലവസ്തു, സ്രാവന്തി, ഗയ അങ്ങനെ മറ്റ് പുണ്യസ്ഥലങ്ങളിലേക്കും അദ്ദേഹം പോയി. കൊട്ടാരത്തിലെ കരകൗശല തൊഴിലാളികളെയും അദ്ദേഹം കൂടെ കൊണ്ടുപോയി. അദ്ദേഹം അവരോട് നിർദ്ദേശിച്ചു, സ്തൂപങ്ങളും തൂണുകളും പണിയുക. അതിൽ അശോകൻ്റെ ധർമ്മ പ്രചരണത്തെക്കുറിച്ചും ബുദ്ധൻ്റെ തത്വങ്ങളെയും കൊത്തിവെച്ചിട്ടുണ്ട്. അവർ സാഞ്ചി സ്തൂപം, സാരാനാഥ് സ്തംഭം തുടങ്ങിയ അതിമനോഹരമായ സൃഷ്ടികൾ പണിതു. സാരാനാഥ് സ്തംഭം 50 അടി ഉയരമുള്ള കൽത്തൂണായിരുന്നു. അതിൽ 4 സിംഹങ്ങളുടെ രൂപങ്ങൾ മനോഹരമായി കൊത്തിവെച്ചിട്ടുണ്ട്. ജീവിത ചക്രത്തെയും പ്രപഞ്ചക്രമത്തെയും അതിൻ്റെ 24 സൂചികളാൽ സൂചിപ്പിക്കുന്നു. ഈ ചക്രം അശോകൻ്റെ ചക്രം എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ പതാകയിൽ ഈ ചക്രം നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങളും കണ്ടിട്ടില്ലേ? അതെ, ആ പതാകയുടെ നടുക്കുള്ള ചക്രം അശോക ചക്രമാണ്. ആളുകൾ താമസിയാതെ അദ്ദേഹത്തെ ചണ്ഡ അശോക എന്നതിലുപരി ധർമ്മ അശോക എന്ന് വിളിക്കാൻ. ബുദ്ധധർമ്മം ജനങ്ങൾക്കിടയിൽ വളർത്തുന്നതിന് രാജ്യത്തിലെ ഏറ്റവും മികച്ച ശില്പികളെയും കൊത്തുപണിക്കാരോടും അദ്ദേഹം നിർദ്ദേശിച്ചു. കല്ലുകളിൽ ലിഖിതങ്ങൾ കൊത്തിയെടുക്കുക. ഈ ലിഖിതങ്ങൾ വഴി എൻ്റെ രാജ്യത്തിലെ ഓരോ പൗരനും
ബുദ്ധൻ്റെ വഴി അറിയാൻ കഴിയണം. ഈ കൊത്തിയെടുത്ത ശില്പഗ്രന്ഥങ്ങളിൽ അശോകനെ പ്രിയദർശി രാജാവായിട്ടാണ് സംബോധന ചെയ്തിരിക്കുന്നത്. അതിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് ദേവന്മാർ സ്നേഹിക്കുന്ന പ്രിയദർശി രാജാവ് ഇങ്ങനെ സംസാരിക്കുന്നു: ഒരു ജീവിയെയും അറുക്കുകയോ ബലിയർപ്പിക്കുകയോ ചെയ്യരുത്. ഇങ്ങനെ അനേകം ധർമ്മ നിയമങ്ങളും തത്വങ്ങളും അന്നത്തെ സാധാരണക്കാരൻ്റെ ഭാഷയായ പാലിയിൽ തൂണുകളിൽ രചിക്കപ്പെട്ടു. ബുദ്ധധർമ്മത്തെ പുതിയ ഉയരങ്ങളിലേക്ക് ഉയർത്താൻ അദ്ദേഹം ജീവിതം മാറ്റിവെച്ചു. ലോകമെമ്പാടും അദ്ദേഹം സന്ദേശവാഹകരെ അയച്ചു. വർഷങ്ങൾ കടന്നുപോയി. തൻ്റെ ജീവിതം യോഗ്യമായ ഒരു ലക്ഷ്യത്തിനായി അർപ്പിച്ച അശോകന് ഇപ്പോൾ പ്രായമായി. സഹാനുഭൂതിയുടെയും ദയയുടെയും സ്നേഹത്തിൻ്റെയും പ്രത്യക്ഷ രൂപമായ അശോകൻ 72-ാം വയസ്സിൽ മരണമടഞ്ഞു. അദ്ദേഹം പറഞ്ഞ ധർമ്മതത്വങ്ങളും നമുക്കും പ്രാവർത്തികമാക്കാൻ സാധിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.